നമസ്കാരം. എന്താണ് പേരെന്താണ്? സുമ. എവിടെയാണ് സ്വദേശി? എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, ഒരു മോളുണ്ട്. മോളുണ്ട്. ഇപ്പൊ ഇവിടെ രാവിലെ പോക്ക് വരുമോ അതോ? ഇല്ല, വൈകുന്നേരം മാത്രം പാടും. ഈ കണ്ണിന്റെ കാര്യം ചോദിക്കുന്നത് വിഷമിക്കരുത്. ഇല്ല. ഇത് ജന്മനാ ഉള്ളതാണോ അതോ? അല്ല, ഒരു വയസ്സ് കഴിഞ്ഞപ്പോ കണ്ണിന് ഇങ്ങനെ പോളിയോ വന്നിട്ട്. പോളിയോ വന്നതാണ്, കണ്ണില് പോളിയോ വന്നതാണ്. അതിനുശേഷം കാഴ്ചയില്ലാതെ. അത് ശരി, അങ്ങനെയാണ്. അപ്പൊ വീട്ടിലെ അമ്മയും മോളും ഉണ്ട്. മോള് ചെറിയ കുട്ടിയാ? ഇല്ല, പഠിത്തമൊക്കെ കഴിഞ്ഞു. മോൾക്ക് ഇപ്പൊ ജോലിയുണ്ട്. ജോലിയുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് എല്ലാം പാട്ടൊക്കെ പാടി വല്ലതുണ്ടോ? കുഴപ്പമില്ല മാഡം, അത്യാവശ്യം. പിന്നെ ഞാൻ ചോദിക്കുന്ന ഈ പാട്ടിലേക്കുള്ള ഇതെങ്ങനെയായിരുന്നു? അത് ഞാൻ എന്റെ വീട്ടില് ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത്. എന്റെ വല്യച്ഛൻ ഭാഗവതരായിരുന്നു. അപ്പൊ വല്യച്ഛനാണ് എന്റെ ഗുരു. എന്നെ ആദ്യപാഠം പഠിപ്പിച്ചതൊക്കെ വല്യച്ഛനായിരുന്നു. ഒരു 8 വർഷം ചെറുതിൽ തന്നെ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ച് പിന്നെ SSLC കഴിഞ്ഞ് പിന്നെ ഞാൻ തുടർന്ന് ഡിഗ്രിക്ക് പോയില്ല. പ്രീ ഡിഗ്രി അങ്ങനെ പഠിച്ചില്ല. മ്യൂസിക് അക്കാഡമിയിലാണ് പോയത്. ഗാനഭൂഷണം ആയിരുന്നു പഠിച്ചത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അതിനുമ്പേ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഏറെക്കുറെ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു വല്യച്ഛൻ്റെ അടുത്തൊന്ന്. അങ്ങനെ പഠിച്ച പാഠങ്ങളാണ്. പിന്നെ കുറച്ച് 2-3 വർഷം സംഗീത കോളേജിൽ പഠിച്ചു. അപ്പൊ വല്യച്ഛനാണ് ആദ്യ ഗുരു? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാം നല്ലത് വരട്ടെ, എല്ലാം അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. താങ്ക് യു മാഡം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ ആദ്യം ഒരു ഗ്രൂപ്പിലാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഇതുപോലെ എനിക്കൊരു 800 രൂപ വെച്ചാൽ കിട്ടുള്ളായിരുന്നു, വേറൊരാളുടെ കൂടെ. അങ്ങനെ പിന്നെ അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് സന്തോഷം എന്ന് പറയും, പുള്ളിയോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. പുള്ളിയാണ് ഈ ഒരു സംഭവം, അതായത് ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു ചെറിയ ബോക്സ് എടുത്ത് സ്വന്തമായിട്ട് തുടങ്ങും. അപ്പൊ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് കിട്ടുന്നത് നമുക്ക് തന്നെ കിട്ടുമെന്ന് എന്നോട് പറഞ്ഞത് പുള്ളിയാണ്. പുള്ളി എന്നെ പോലെ പാടുന്നതാണ്. ഞാൻ പുള്ളിക്ക് പോയി പാടി സഹായിക്കാറൊക്കെ ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് ജലദോഷമൊക്കെ വന്നപ്പോ ഞാൻ നിർത്തിയതാണ്. പുള്ളിയാണ് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഈ ഒരു കാര്യത്തിൽ. പറഞ്ഞാത്ത നന്ദിയുണ്ട് ഈ സഹോദരിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തത്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു 2 ലൈൻ പാടണേ. അപ്പൊ ഇതുവരെ ഇത് ശംഖുമുഖം ബീച്ചല്ലേ? ശംഖുമുഖം ബീച്ചില് ഇവിടെ ആര് വരുവാണെങ്കിൽ ഈ സഹോദരിയെ കാണണം, നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥനയുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു 2 ലൈൻ പാട്ട് പാടാം. Bluetooth mode. Aux mode. USB mode. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ, മല്ലികാർജുന ക്ഷേത്രത്തിൽ വച്ചവൾ വല്ലീശ്വരനെ പൂവന്നു, വല്ലീശ്വരനെ